ഇത് ശർക്കര പാനി. നമുക്ക് ഉണ്ട ഉണ്ടാക്കണ നോക്കാം. ഇങ്ങനെ മുറിഞ്ഞ് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ വീഴുമ്പോൾ ഇങ്ങനെ നൂല് പാകം വരും. ആ നൂല് പാകത്തിന് വേണം നമുക്ക് അതിനകത്തേക്ക് പൊടി ഇടാനായിട്ട്. നൂല് പോലെ ഉണ്ടോ, നൂല് പോലെ വന്നെ ആ പാകത്തിന് നമ്മൾ പൊടി ഇടണം. ഇതിനകത്ത് ഏലക്കായ പൊടിച്ചിട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളിതേ പൊടി ഇടാൻ പോവുകയാണ്. പൊടി ഇതിനകത്തിട്ട് ഇളക്കി പാകത്തിന് പൊടിയിട്ട് ഇളക്കി എന്നിട്ട് നമുക്കതിനെ ഉരുട്ടിയെടുക്കണം ഉണ്ടയായിട്ട്. കുറേശ്ശെ പൊടി ഇടണം. മറ്റേ ശർക്കര ഒരു കിലോ അരിയുടെ പൊടിക്ക് പണ്ടത്തെ കാലത്ത് 70 പലം ശർക്കരയെന്ന് പറയും. അപ്പോൾ ഒരു 650 ഗ്രാം ശർക്കരയെങ്കിലും നമുക്ക് ഇടാവുന്നതാണ്. ഒരുപാട് അങ്ങോട്ട് മുറുകി പോവരുത്. ഒത്തിരി മുറുകി പോയാൽ ഉണ്ട പിടിച്ച് കഴിയുമ്പോൾ ഉണ്ട അങ്ങോട്ട് കല്ലച്ച് പോകും. അപ്പോൾ ഒത്തിരി മുറുകാത്ത പാകത്തിന് നമ്മൾ പൊടിയിട്ട് ഇളക്കിയെടുക്കണം. ഒത്തിരി മുറുകരുത്. ഇതിപ്പോൾ മുറുകിയിട്ടില്ല. ഈ പാകം മതി. ഇത് നമ്മളിങ്ങനെ ചൂട് കുറയാൻ വേണ്ടി കോരി പ്ലേറ്റിൽ വെക്കുകയോ ഒക്കെ ചെയ്തിട്ട് നമുക്കത് കുറേശ്ശെ എടുത്ത് ഉരുട്ടിയെടുക്കാം. പ്ലേറ്റിൽ പിടിക്കാതെ പ്ലേറ്റിൽ ലേശം പൊടി തൂവി വെച്ച് നമുക്കിങ്ങനെ കുറച്ച് കോരി വെച്ച് പയ്യെ ചൂടാറുമ്പോൾ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഉണ്ടേനെ ഉരുട്ടിയെടുക്കാം. അങ്ങനെ ഉരുട്ടിയെടുത്ത ഉണ്ടയാണ്. ഈ ഉണ്ടയ്ക്ക് നമുക്ക് ഒരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ലേശം പൊടി തൂവിയിട്ട് നമുക്ക് ഒന്നും കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഉരുട്ടിയെടുക്കാം. അങ്ങനെ പൊടി തൂവി നമുക്ക് എല്ലാ ഉണ്ടേനെയും ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോഴാണ് ഉണ്ടയ്ക്ക് ഒരു ഭംഗി വരുള്ളൂ. ഈ പൊടിയിട്ട് ഉരുട്ടുമ്പോഴാണ് ഉണ്ടയ്ക്ക് ഭംഗി വന്നത്. അങ്ങനെ എല്ലാ ഉണ്ടയും നമുക്ക് ഉരുട്ടിയെടുക്കാം. അങ്ങനെ ഉരുട്ടിയെടുത്ത ഉണ്ട ഇതിൻ്റെ പാകം അറിയണമെങ്കിൽ ഈ ഉണ്ടേനെ നമ്മൾ ഉരുട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കണം. ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഈ ഉണ്ടയ്ക്ക് ഒരു സൗണ്ട് കേൾക്കും. അങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ ഉണ്ട പാകമായിരിക്കും. കടിച്ചാൽ മുറിയും, ഇല്ലെങ്കിൽ അങ്ങോട്ട് മുറിയൂലാണ്ട് ഉറച്ചു പോവും.